തൃശൂർ കൊടകര ദേശീയപാതയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. പോലീസും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ജെയ്സൺ, കാറാകെ തവിടുപൊടിയായിട്ടുണ്ട്. അതിനുള്ളിൽ ഉണ്ടായിരുന്നവരുടെ പരിക്ക് ഗുരുതരമാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നമുക്ക് കൊടകര ദേശീയപാതയിലാണ് കാറും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റത്. പക്ഷേ ഏറ്റവും ഭീകരമായ ആ ദൃശ്യം കണ്ടാൽ ഒരു 3 പേരും തൽക്ഷണം മരിച്ചു പോകുമെന്ന സ്ഥിതിയാണ്. അത്രയേറെ ഭീകരമായ ഒരു അപകടമായിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകും. കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. പക്ഷേ ഇതുവരെ ആരും മരിച്ചിട്ടില്ല. ഭാഗ്യത്തിന് ആരും മരിച്ചില്ല എന്നതാണ് വലിയ ആശ്വാസപരമായ കാര്യം. 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ മാറ്റിയിട്ടുണ്ട്. മണ്ണുത്തി സ്വദേശിനിയായ ക്രിസ്റ്റി 54 വയസ്സാണ്, നിഷ 45 വയസ്സ് എന്നിവരെ തൃശ്ശൂരിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരാളെ തൃശ്ശൂരിലെ തന്നെ മദർ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ആ സമയത്തുണ്ടായിരുന്നു. ദേശീയപാതയിൽ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയുടെ ഭാഗമാണ് കൊടകര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ വാഹനം കാർ പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലായിരുന്നു. ആ കാറ് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരാളുടെ നില ഒരു ഗുരുതരം എന്ന് ആണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് 2 പേരുടെ നില അത്ര ഗുരുതരമല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. സുജയ. ഓക്കെ, ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.